ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഇന്റേണൽ എക്സാം നടത്തുന്ന സമയത്ത് ഒരേ ക്വസ്റ്റ്യൻസ് വ്യത്യസ്ത പേപ്പറുകളിൽ വ്യത്യസ്ത കോഴ്സുകളിൽ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് പലരും നമ്മളടുത്ത് ചോദിച്ചിരുന്നു. അപ്പം ഞാൻ ഒരു സബ്സിഡറി മാത്സിൻ്റെ കോംപ്ലിമെൻ്ററി മാത്സിൻ്റെ ഒരു പേപ്പറിൽ ഞാൻ ആഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വേറൊരു പേപ്പറിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഞാൻ സെക്കൻഡ് ഇന്റേണൽ എക്സാമിനേഷൻ എന്നുള്ള ഈ ഒരു ഇതിലാണ് ഞാൻ ക്വസ്റ്റ്യൻസ് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് ഇവിടെ ഞാൻ ഈ ഒരു ഇതിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എഡിറ്റ് കേസിൽ പോയിട്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ ക്വസ്റ്റ്യൻസ് എഡിറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ബാങ്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ്, കാറ്റഗറീസ്, ഇമ്പോർട്ട്, എക്സ്പോർട്ട് എന്നുള്ളതുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ എക്സ്പോർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. എക്സ്പോർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഫയൽ ഫോർമാറ്റിലാണ് ഈ ക്വസ്റ്റ്യൻസിനെ എക്സ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ചോദിക്കും. അപ്പോൾ അതിന് നമുക്ക് മോഡിൽ XML ഫോർമാറ്റിലുണ്ട്, GIFT ഫോർമാറ്റ് ഉണ്ട്, ഐക്കൺ ഫോർമാറ്റ് ഉണ്ട്, XHTML ഫോർമാറ്റ് ഉണ്ട്. ഇതിൽ ഏത് ഫോർമാറ്റിലേക്ക് വേണമെങ്കിലും നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഐക്കൺ ഫോർമാറ്റിലേക്ക് ഞാൻ ഇതിനെ എക്സ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഐക്കൺ ഫോർമാറ്റ് കൊടുത്തു. ഇവിടെ എക്സ്പോർട്ട് ക്വസ്റ്റ്യൻസ് ടു എ ഫയൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഇവിടെ ഡൗൺലോഡഡ് ആയിട്ട് വന്നു. ഇതിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്, ഇപ്പോൾ ഇത് ഡൗൺലോഡ്സിലാണ് ഉള്ളത്, ഞാൻ ഇത് യൂസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിനെ ഒരു 1 എന്നുള്ള ഫയൽ നെയിമിൽ ഞാൻ ഇതിനെ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാം. ഡെസ്ക്ടോപ്പിൽ ഞാൻ 1 എന്നുള്ള ഫയൽ നെയിം കൊടുത്ത് ഇതിനെ സേവ് ചെയ്തു, നമുക്കിത് യൂസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇനി ഞാൻ ഇതേ ക്വസ്റ്റ്യൻസ് വേറൊരു എക്സാമിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വെക്റ്റർ കാൽക്കുലസ് എന്നുള്ള പേപ്പർ ഞാൻ സെലക്ട് ചെയ്തു. ഇതിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഒരു എക്സാമിനേഷൻ ഉണ്ട്, ക്വിസായിട്ട് ക്രിയേറ്റ് ചെയ്തത്. ഇതിലൊരു ട്രയൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞൊരു എക്സാം ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, നോ ക്വസ്റ്റ്യൻ ഹാവ് ബീൻ ആഡഡ് യെറ്റ് എന്നുള്ളതുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഇവിടെ ഇങ്ങനെ എഡിറ്റ് ക്വിസ് എന്നുള്ള അടുത്ത് പോവാം. എഡിറ്റ് ക്വിസിൽ നമ്മൾ പോയി ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇമ്പോർട്ട് ക്വസ്റ്റ്യൻസ് എന്നുള്ളതിലേക്ക് വരിക. ഇമ്പോർട്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ചോദിക്കും. ഫയൽ ഫോർമാറ്റ്, അപ്പോൾ നമ്മൾ ഐക്കൺ ഫോർമാറ്റിലാണ് നമ്മൾ ഇതിനെ ഓൾറെഡി നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഐക്കൺ ഫോർമാറ്റ്. ഇവിടെ ചൂസ് ഫയൽ എന്നുള്ള ഓപ്ഷൻ വരും. ഫയൽ നമ്മൾ ചൂസ് ചെയ്യാം. നമ്മൾ നേരത്തെ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തിട്ടുണ്ട്. ആ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്ത 1 എന്നുള്ള ഫയൽ നെയിമിലാണ് നമ്മൾ ഇതിന് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഫയൽ ചൂസ് ചെയ്തു, അപ്ലോഡ് ദിസ് ഫയലിന് നമ്മൾ അപ്ലോഡ് ചെയ്തു. ഇമ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻസിന് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. കണ്ടിന്യൂ എന്നുള്ളത് കൊടുക്കുക. ഇപ്പം നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് ഡീഫോൾട്ട് ഫോർ MAT-B05 എന്നുള്ള ഫയലിലേക്കാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിലിതാ 15 ക്വസ്റ്റ്യൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നമ്മളുടെ ക്വിസിലേക്ക് ആഡ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. നമ്മുടെ ട്രയൽ എക്സാം എന്നുള്ള ഇതാണ് നമ്മളുടെ എക്സാമിനേഷൻ. അതിൽ നമ്മൾ എഡിറ്റ് ക്വിസ് എന്നുള്ള അടുത്ത് പോവാം. എഡിറ്റ് ക്വിസിൽ ഇപ്പോൾ നമ്മളിവിടെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല, നമ്മൾ ഇമ്പോർട്ടൊക്കെ കൊടുത്തു എങ്കിലും ഇവിടെ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ഇനി ആഡ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് കൊടുക്കുക. ആഡ് ക്വസ്റ്റ്യൻസ് ഫ്രം ദി ക്വസ്റ്റ്യൻ ബാങ്ക് എന്നുള്ളത് നമ്മൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഏത് ഫോൾഡറാണ് എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട്. ഡീഫാൾട്ട് ഫോർ MAT-B05 എന്നുള്ള ഫോൾഡറിലേക്കാണ് നമ്മൾ ഇതിനെ ക്വസ്റ്റ്യൻസിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ആ ക്വസ്റ്റ്യൻ ബാങ്കിൽ ഇവിടെ ഈ ആ ഒരു കാറ്റഗറിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യൻസിനെ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ എല്ലാ ക്വസ്റ്റ്യൻസും വേണമെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസിനെയും നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. സെലക്ടഡ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വേണ്ടത് എങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റും. എന്നിട്ട് ആഡ് സെലക്ടഡ് ക്വസ്റ്റ്യൻസ് ടു ദിസ് ക്വിസ് എന്നുള്ള ഫോമിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നു. ഇപ്പം നമുക്ക് നോക്കാം, ഇവിടെ ഞാൻ മാത്സിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ ലിമിറ്റ് ഒക്കെ വരുന്ന ഇക്വേഷൻസ് ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻസിനെ തന്നെ നമുക്ക് ഇതേ ഫോമിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് ഇത്രയും സ്റ്റെപ്പുകളിലൂടെ നമുക്ക് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ.